അയ്യോ ഡേ കുടിക്കാതിരിക്കണ്ട. ഇത് നീ കൊണ്ടു നടക്കുമ്പോഴത്തെ വിഷമല്ല, ഇത് നല്ല സാധനം. മാറ്റി കുടിക്കാൻ കൊണ്ട്. വീടല്ലേ നോക്ക്, ആ വിഷം ഇത്രയും സമയം അവിടെ ഇരുന്നിട്ട് ഒരു ഈച്ച പോലും അതിൽ വന്നിരുന്നിട്ടില്ല ആ മീനിൽ കേട്ടാ. പുറത്തിരിക്കുക അത്. സത്യം പറ, എന്താ? എൻ്റെ പൊന്ന് സാറേ, ഞാനിവിടെ 9 മണിക്ക് കച്ചവടത്തിന് വന്നതാണ്. ഇപ്പൊ സമയം 3 മണിയായി. എന്റെ കച്ചവടം പൂട്ടിച്ചുള്ള സാമദ്രോഹി. നിന്റെ കച്ചവടം ഇന്നത്തേക്കല്ല, ഞാൻ സ്ഥിരമായിട്ട് പൂട്ടിക്കും. ഞാൻ എന്നെ പോലെ ഒരു പ്രമുഖ ഇവിടെ ഉള്ളപ്പോ ഇങ്ങനത്തെ വിഷമിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ വരാനൊക്കെ വയ്യും. അപ്പൊ അതിനുമുമ്പ് ഇതിന്റെ കണ്ണൊന്ന് ചൂഴ്ന്നെടുത്തെങ്കിലേ അപ്പൊ ആ സംശയം അങ്ങ് തീരുമല്ലോ. സാറേ, ഞാൻ പറഞ്ഞില്ലേ, അത് ഷാപ്പിലേക്കുള്ള തലക്കറിക്ക് വെക്കാനുള്ള തലയാണ്. അതിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ എടുക്കത്തില്ല സാറേ. ഇന്ന് ഷാപ്പുകാര് തലക്കറി തിന്നണ്ട. അത്രയും നിർബന്ധമാണ് നിന്റെ ഈ പേട്ട് തല കൊണ്ട് കുറ കറി വയ്ക്കാൻ. അവരാ പിള്ളേര് പറഞ്ഞ പോലെ അണക്കാൻ മീനിന്റെ കണ്ണാട് ചൂന്ന് കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണവരെ നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കരുത്. അടങ്ങി കേട്ടാ. എന്റെ വീട്ടിൽ വന്നിട്ട് ഇന്നോട് അടങ്ങി വന്നിരിക്കാനാ. അതെ ഞാൻ പിള്ളേരെ പോലെ അതിനേക്കാ തറയാ ചത്തിട്ട് 10 ദിവസമായി തോന്നി നീ. ഇനി നീ നാവെടുത്ത് പുറത്തിട്ടാ നിന്റെ നാവി തൂക്കിട്ട് ഞാൻ നിലത്തടിക്കും. വേണ്ട വേണ്ട മഴ പെയ്തു തുടങ്ങി. ഈ ഇൻസ്പെക്ടർ വരാൻ ഒരുപാട് താമസിക്കും. നീ ഇപ്പൊ തന്നെ ആ കണ്ണൊന്ന് ചൂഴ്ന്ന് കാണിച്ചേ. സാറേ, ഇൻസ്പെക്ടർ വരാൻ എന്തായാലും താമസിക്കുമല്ലോ. ഞാൻ ഈ മീൻ ഇന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതേപോലെ തന്നെ ഞാൻ മീൻ നാളെ രാവിലെ കൊണ്ടുതരാം. അയ്യോ എന്തൊരു ബുദ്ധി. എടാ ഈ കണ്ണ് ചൂന്നെടുക്കാതെ നീ ഇവിടുന്ന് ഒരടി വെച്ച കാലിന് അടിച്ചോടിക്കും ഞാൻ. തമാശകൾ എന്താ നീ പൊട്ടം കളിപ്പിക്കടാ ഞങ്ങളെ. നീ ആ കണ്ണൊന്ന് ചുഴന്ന് കാണിച്ച തീരുന്ന പ്രശ്നമേ ഉള്ളൂ. വെറുതെ ഒരു സമയം കളയണ്ട, നിനക്ക് വേറെ പോണ്ടേ? പിടിച്ച് ഇന്ന് ആരാണോ കണി കെട്ടത്? കച്ചവടം പൊട്ടി. അയ്യോ, ഇവിടെ മീൻ അത് അടഞ്ഞാണോ ചീഞ്ഞാണോ നോക്ക്. അതിന്റെ വെപ്പ് എന്നാണോ നോക്ക്. ആദ്യം ചെല്ല്, എല്ലാരും കൂടെ നോക്ക്. നോക്കടാ. എങ്ങനെയുണ്ടല്ലോ അതല്ലേ വാലിലെ വല്ലതായിരിക്കും. കണ്ണിൽ വന്ന് നോക്കുമ്പോൾ കണ്ണല്ലേ ഇത്. എന്റെ നാത്തുന് റെറ്റിന എന്ന് പറഞ്ഞ കണ്ണിന്റെ അകത്തുള്ള ഒരു സാധനമാണ്. അത് പുറകില്ല. എനിക്കറിയാം. നിങ്ങളെല്ലാം കൂടെ കുത്തി കുത്തി അതിനെ പഴിപ്പിക്കുവോ? ചുമ്മാ ഞാൻ നോക്കിട്ടില്ല. ഇത് എനിക്ക് നോക്കാനൊന്നുമില്ല. ഇത് ഡ്യൂപ്ലിക്കേറ്റ്. അളിയാ, ഇത് പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ എടുത്തെറിയുമ്പോ തറയിൽ പോണ്ടേ? അതിനെ അവന്മാരെ നല്ല പശ വെച്ചാണ് ഇത് ഒട്ടിച്ച് വെച്ചേക്കണത്. നീ നോക്കിയടി. കഷ്ടം. ഞാനിതൊക്കെ ആരോടാ പറയണേ? വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതാണ് പറഞ്ഞത് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ കുത്തി കഴിഞ്ഞാൽ ചത്ത മീൻ നിങ്ങളെ നീറ്റ് വന്ന് കുത്തും. ഇനി എതെങ്ങാനും ഒറിജിനൽ ആണെങ്കിൽ ഇവൻ പറയണ വാക്ക് കേട്ടിട്ട് കുടുങ്ങുള്ള കാര്യം പറഞ്ഞു. ഓ, അത് ഒറിജിനൽ ആണെങ്കിലല്ലേ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഞാൻ എഴുതി വെച്ച് തരാം. അല്ലല്ലേ, ഇത് കഷ്ടം. നിങ്ങൾക്ക് ഫുഡ് ഇൻസ്പെക്ടർ പിന്നല്ലാതെ പിന്നെ എന്റെ അളിയ ഇത് പ്ലാസ്റ്റിക്. ഞാൻ പറയണത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന്. ഞാൻ പറയുന്നത് എന്റെ അളിയ വെറുതെ തർക്കിക്കല്. ഞാൻ ബെറ്റ് വെക്കണ്. ഞാൻ പറയണത് പ്ലാസ്റ്റിക് ആണെന്ന്. ഫുഡ് ഇൻസ്പെക്ടർ വരുമ്പോ ഇത് തെളിയും പ്ലാസ്റ്റിക് ആണെന്ന്. ഞാൻ പറയുന്നത് ഇത് ഒറിജിനൽ ആണെന്ന്. എന്നാ അതെ ഞാൻ പറയാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. 500 രൂപ വെച്ച് സമ്മതിച്ച് വരട്ട്. 150 രൂപ മീൻ കൊടുക്കാനില്ലാത്തവനാണ് 500 രൂപ ബെറ്റ് കെട്ടാൻ നടക്കുന്നത്. ആ 500 രൂപ എനിക്ക് അന്നേരം നിങ്ങൾ മേടിച്ച മീനിന്റെ കട തീർന്നേനല്ലോ. അതെ, കച്ചവടം വേറെ ബെറ്റ് വേറെ. നീ മിണ്ടരുത്. അതൊക്കെ ബെറ്റാണെന്ന് ഒരു കാര്യം ചെയ്യും. നിന്റെ കണ്ണെടുത്തിട്ട് നമുക്ക് ഒരു ലൈറ്ററോ വിളക്കം എന്തെങ്കിലും എടുത്താൽ കത്തിച്ചോക്കാം, ഉരുകും. പിന്നെ അവര് വന്നിട്ട് എടുത്തിട്ട് നോക്കും. ഉദ്യോഗസ്ഥർക്കൊന്നും വേണ്ട, ഇൻസ്പെക്ടർ വരും, നോക്കിട്ട് പറയും ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. ഒറിജിനൽ ആണെന്ന് അറിയാം. 500 എടുത്ത് വെച്ചോ. അവര് വരട്ടെ, വന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാം.